നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിക്കുമെന്ന സൂചനകൾക്കിടെ സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനാണ് UDF-ന്റെയും LDF-ന്റെയും തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞതായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. UDF-ന്റെ സ്ഥാനാർത്ഥി ആരാവണമെന്നുള്ള തർക്കത്തിൽ അവർ തമ്മിലുള്ള തർക്കമാണ്. മാത്രമല്ല അവർക്കിടയിൽ തന്നെ സ്ഥാനാർത്ഥി നിർണ്ണയം സംബന്ധിച്ച് വലിയ തർക്കം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. സർക്കാരിൻ്റെ വിലയിരുത്തലാവേണ്ട എന്ത് കാര്യമാണ്? ഇനി ആ ഒറ്റ കൊല്ലേ ഉള്ളൂ. ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ 2ാം ടേം കഴിഞ്ഞ് 3ാം ടേമിലേക്കാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ യാത്ര. അതിന് അവിടെ മാത്രം നോക്കിയിട്ടൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറയുന്നുണ്ടെങ്കിലും ആരാകണം സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ ധാരണയായിട്ടുണ്ട്. ഇവിടെ ആ തരത്തിൽ സ്ഥാനാർത്ഥിയെ അന്തിമമായി തീരുമാനിക്കുന്ന ഒരു ചർച്ചയിലേക്കും കടന്നിട്ടില്ല. കോൺഗ്രസിന് ഒരു നടപടിക്രമമുണ്ട്. ഞങ്ങളുടെ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ആ ഇലക്ഷൻ കമ്മിറ്റി കൂടും. അതിനുശേഷം തീരുമാനമെടുത്ത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും. അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം UDF-ന് നിരുപാധികമായ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ആ പിന്തുണ സ്വീകരിച്ചിട്ടുമുണ്ട്. അദ്ദേഹമായിട്ട് ഞങ്ങൾ ആശയവിനിമയം നടത്തുന്നുണ്ട്. നേതൃത്വം കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും പിന്തുണ കൊടുക്കും എന്നാണ് അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിട്ടുള്ളത്. മുബഷീർ P. അക്ബർ വിവരങ്ങൾ നൽകും. മുബഷീർ, നിലമ്പൂരിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതിൽ ആണ് വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്നത്. കോൺഗ്രസിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്, പക്ഷേ അതിപ്പോൾ പുറത്തേക്ക് പറയുന്നില്ല എന്നാണ്. സ്മൃതി, നിശ്ചയമായും അഭിമാന പോരാട്ടമായി തന്നെയാണ് ഇത്തവണത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ മുന്നണികളൊക്കെ തന്നെ കാണുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക്, അവസാനഘട്ട ചർച്ചകളിലേക്ക് മുന്നണികളൊക്കെ തന്നെ കടന്നിട്ടുണ്ട്. UDF-നെ സംബന്ധിച്ച് ആര്യാടൻ ഷൗക്കത്തും VS ജോയും തന്നെയാണ് ഇപ്പോഴും ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇരുവിഭാഗം നേതാക്കളും അനൗദ്യോഗിക പ്രചാരണം മണ്ഡലം കേന്ദ്രീകരിച്ച് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം VS ജോയ് റിപ്പോർട്ടർ ചാനലിനോട് തന്നെ പ്രതികരിച്ചത് സ്ഥാനാർത്ഥിയാകുമോ എന്ന കാര്യത്തിൽ നേതൃത്വം എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കുമെന്നുള്ളതാണ്. ഇന്നിപ്പോൾ VD സതീശൻ മാധ്യമങ്ങളെ കണ്ട സമയത്തും സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ധാരണയായിട്ടില്ലെന്നൊരു പ്രതികരണം നടത്തുന്നുണ്ട്. എന്തായാലും ഇരുവിഭാഗം നേതാക്കൾക്കും വേണ്ടിയും കോൺഗ്രസിലെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെയും നേതാക്കൾ ആവശ്യവുമായി രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറുഭാഗത്ത് LDF-നെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ അവരും അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വെല്ലുവിളിയും അവിടെ നിലനിൽക്കുന്നില്ലെന്നും MV ഗോവിന്ദൻ സൂചിപ്പിക്കുകയുണ്ടായി. ആര്യാടൻ മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തേക്ക് ആര്യാടനെ കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുത്ത ചരിത്രമൊക്കെ തന്നെ MV ഗോവിന്ദൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇത്തവണ വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം മണ്ഡലത്തിൽ നോക്കാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഇടതു ക്യാമ്പിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പലതരത്തിലുള്ള ആളുകളുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ DYFIയുടെ ജില്ലാ പ്രസിഡന്റ് P. ഷബീറിൻ്റെ പേരുകൾ ഉൾപ്പെടെ ചർച്ചകളിലുണ്ട് എന്നുള്ളതാണ്. മറുഭാഗത്തെ NDA BJPയും സജീവമായ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്തറയിൽ വന്ന് നടത്തിയ പ്രസംഗം ഉൾപ്പെടെ മുതൽക്കൂട്ടാകുമെന്ന ഒരു വിലയിരുത്തൽ BJPക്ക് പൊതുവെ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. എന്തായാലും തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ലെങ്കിലും UDF-നെ സംബന്ധിച്ച് പേരെഴുതാതെയുള്ള ചുവരെഴുത്തുകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ചന്തക്കുന്നിൽ ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു UDF-ന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ചുവരെഴുത്ത് ആരംഭിച്ചിരുന്നത്. ഇന്നിപ്പോൾ നിലമ്പൂർ ജ്യോതിപ്പടിയിൽ INTUC പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലമ്പൂർ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് തന്നെ കടക്കുകയാണ്.